ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു അതിഗംഭീരമായ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഇനി വരും സിനിമകളുടെ ലൈനപ്പിനെ കുറിച്ചാണ്. അതിൽ ആദ്യം വരുന്ന നമ്മുടെ സ്വന്തം മഹേഷ് നാരായണൻ്റെ സിനിമയാണ് പാട്രിയോട്ടിക്. പാട്രിയോട്ടിക് വരുന്ന ഒരു സംഭവം അതൊരു കിടക്കാഴ്ച സിനിമയാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൽ മൾട്ടി സ്റ്റാറാണ്. നമ്മുടെ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ഫഹദുണ്ട്, പിന്നെ കുഞ്ചുക്കു ബോബനുണ്ട്. ഇവരെ കൂടി ഒരു അതിഗംഭീരമായൊരു കോമ്പിനേഷനാണ്. പക്ഷേ എന്താണ് ഇവർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു യാതൊരുവിധ ഐഡിയ നമുക്ക് തന്നിട്ടില്ല. കാരണം മമ്മൂട്ടി ഏത് രീതിയിലാണ് റോളെന്നോ ഒരു ടീസർ വന്നതല്ലാതെ ഒരു ഐഡിയ ഇല്ല നമുക്കതിനെക്കുറിച്ച്. പക്ഷേ മമ്മൂട്ടിൻ്റെ റോള് ഒരു കിടക്കാഴ്ചയാണ് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്, ആ ടീസറിൽ കണ്ടിട്ടുള്ള പെർഫോമൻസ് ഗംഭീരമാണ്, അതിഗംഭീരമാണ്. പിന്നെ വരാൻ പോകുന്ന പറയുമ്പോൾ നമ്മുടെ സ്റ്റോറിയും ഡയറക്ഷനൊക്കെ ചെയ്ത് നിതീഷ് സഹദേവ് ഒരു ലോക്കൽ സിനിമയാണ്, ഒരു ലോക്കൽ ഗ്യാങ്സ്റ്റർ പടമായിട്ടാണ് ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. അത് മമ്മൂട്ടി ഓൾറെഡി അദ്ദേഹമായിട്ട് ഒരു ചർച്ച നടത്തുകയും അത് കൺഫേം ആയിട്ട് മൂവി അന്നേരം ആദ്യം അതിൻ്റെ തുടർ നടപടികളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക് എൻഡിൽ. എന്തായാലും അത് എത്രയും പെട്ടെന്ന് കൊണ്ട് തന്നെ ആ സിനിമ തുടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്റർ പടമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും വരട്ടെ. നമുക്ക് മമ്മൂട്ടിയുടെ പലതരത്തിലുള്ള ഗ്യാങ്സ്റ്റർ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പക്ക ലോക്കലായിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ സിനിമയും കൂടി നമുക്ക് കാണാൻ, ചിലപ്പോൾ അതിലേക്ക് എന്താണ് ഇദ്ദേഹം ഇപ്പോൾ കാരിക്കാമൂരി ഷൺമുഖൻ ചെയ്തൊരു ഗ്യാങ്സ്റ്റർ പോലെ, അതിനുശേഷം നമ്മുടെ ബിലാൽ ചെയ്തു ഒരു വേറെ തരത്തിലൊരു ഗ്യാങ്സ്റ്റർ പോലെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്താ പറയുക, ഈ ഒരു പക്ക ലോക്കലിൽ പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ ആംഗ്യത്തിലും ഭാഷയിലും എല്ലാത്തിലും മാറ്റം വരുത്താൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നിങ്ങളെപ്പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. കാരണം ഗ്യാങ്സ്റ്റർ സിനിമയാണ്, അതും പക്ക ലോക്കലായിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ സിനിമയാണ് വരാൻ പോകുന്നത് പറയുമ്പോഴത്തേനും ഓ മാൻ സൂപ്പറാണ്. കാരണം മമ്മൂട്ടിയുടെ സിനിമകളുടെ ഇപ്പോൾ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ വേറൊരു ആക്ടർക്കും പറ്റാത്ത പലതരത്തിലുള്ള സെലക്ഷനാണ് നമ്മുടെ മമ്മൂട്ടി ചെയ്യുന്നത്. അതിലൊരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ അതിനുശേഷം വരാൻ പോകുന്നത് നമ്മുടെ ഖാലിദ് റഹ്മാനുമായിട്ടാണ്. അത് ക്യൂബ്സ് അറിയാമല്ലോ, മാർക്കോയുടെ എന്ന വലിയൊരു വയലൻസ് സിനിമ ചെയ്ത് അവർ ആ ഒരു സക്സസ്ഫുള്ളിൽ നിൽക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ അത്രയും നല്ല മനോഹരമായ സിനിമ അവർ ഈ മലയാള ഇൻഡസ്ട്രിക്ക് കൊണ്ടുവന്നു, ക്യൂബ്സ് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റിലൂടെ. എന്തായാലും അതിൻ്റെ കൂടെ നമ്മുടെ ഖാലിദ് റഹ്മാനും കൂടെ ചേരുമ്പോൾ ഖാലിദ് റഹ്മാൻ്റെ സിനിമകൾ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക വൈബുള്ള സിനിമയാണ്. ഇപ്പോൾ മമ്മൂട്ടിയായിട്ടുള്ള യോജിച്ചുള്ള ഒരു സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാന്ന് പറയുന്നത് ശരിക്കും ആ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഖാലിദ് റഹ്മാൻ്റെ സിനിമ എനിക്ക് എന്തായിരിക്കും ഉണ്ടാന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പിന്നെ കുറേ പോസ്റ്റേഴ്സ് വന്നു. പിന്നെ ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് ശരിക്കും ഉണ്ടാകുന്ന പേര് എത്രമാത്രം ആ പടത്തിന് യോജിച്ചാണ്. പക്ഷേ അതിൽ മമ്മൂട്ടി എന്ന മാണിസാറായിട്ട് അഭിനയിച്ച് പറയാൻ പറ്റില്ല, ജീവിച്ചെന്ന് പറയാൻ പറ്റിയ സിനിമ. കാരണം ഒരു ഗൂസ് മൗസ് എന്ന് പറയുന്നത് എല്ലാം ഒരു അവസാനം ഒരു സീൻ വരുമ്പോൾ വരുന്നുണ്ട് മോനെ, മമ്മൂട്ടി ഇങ്ങനെ തളർന്നിട്ട് പിന്നെ തിരിച്ചൊരു വരവുണ്ട്. അത് പക്ക. കാരണം ഒരു സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സിനിമയും കൂടിയാണ് ഉണ്ടാന്ന് പറഞ്ഞത്. അത് നോർത്ത് ഇന്ത്യയിലെ പക്ക രാഷ്ട്രീയം എന്താണെന്നുള്ളത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. കാരണം അതിൽ യാതൊരു സംശയമില്ല. കാരണം അതൊക്കെ തന്നെ എല്ലാവരും നടക്കുന്നത്. വോട്ടിംഗ് മെഷീൻ ഉണ്ടാകുന്ന കുറേ ക്രമക്കേടുകളും, പിന്നെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഹുങ്ക് എന്താണെന്നും അതൊക്കെ, പിന്നെ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന്, അങ്ങനെയുള്ള കുറേ കുഞ്ഞു കാര്യങ്ങൾ. പക്ഷേ വലിയ പ്രസക്തിയോട് തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ച് പറയുമ്പോൾ അത് മമ്മൂട്ടി പോലെ ഒരു ആക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ അതിഗംഭീരമാണ്. അതിൻ്റെ റീച്ചും വേറെ വലുതായിരുന്നു. പിന്നുള്ളൊരു അപ്ഡേറ്റ് പറയുന്നത് നമ്മുടെ ടിനു പാപ്പച്ചനുമായിട്ട് മമ്മൂട്ടി കൈകോർക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏറെക്കുറെ അഭ്യൂഹമൊന്നുമല്ല, അത് ഏറെക്കുറെ ഉറച്ചെന്ന് തന്നെയാണ് പറയാം. അതും അധികം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്. കാരണം ടിനു പാപ്പച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അജഗജാന്തരവും പിന്നെ അങ്ങനെയുള്ള സിനിമയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ക ലോക്കൽ സിനിമകൾക്ക് ലോക്കലായിട്ടുള്ള കുറേ നമ്മുടെ ലോക്കൽ സിനിമയൊക്കെ ചെയ്യുന്ന പോലെ ലോക്കലിൽ വളരെ വ്യത്യസ്തമായി വളരെ കണ്ണിങ്ങോട് കൂടി തന്നെ ചെയ്യുന്ന സിനിമകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്രയും സിനിമകളൊക്കെ കാണാൻ നമുക്ക് താല്പര്യം. കാരണം മമ്മൂട്ടി എന്ന വ്യക്തിയിൽ കൂടെ വരുമ്പോൾ എത്ര വലിയ ഡയറക്ടറാണെങ്കിലും മമ്മൂട്ടി എന്ന് വരുമ്പോൾ മമ്മൂട്ടിക്ക് ഒരു സ്പെഷ്യൽ അവർ കൊടുക്കാറുണ്ട്, ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് വരും. കാരണം പല സിനിമകളും മമ്മൂട്ടിയുടെ വേറിട്ടൊരു പെർഫോമൻസ്, കാരണം അവർ ഉദ്ദേശിക്കുന്ന ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ അവർക്ക് സ്ക്രീനിൻ്റെ മുന്നിൽ കിട്ടും എന്നാണ് അതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. കാരണം മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ എല്ലാവരും കാണുന്നത്. കാരണം നമ്മൾ ഒരു ക്യാരക്ടർ വേണ്ടി ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം രാവും പകലും കഷ്ടപ്പെട്ട് ആ ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ മമ്മൂട്ടി എന്ന ആക്ടർ കഴിയും.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടീൻ്റെ വരാൻ പോകുന്ന കുറേ സിനിമകൾ ഇനിയുണ്ട്. പിന്നെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഒരു സിനിമയുണ്ട്, അതും ക്ലാസ് മാസ് സിനിമ, ക്ലാസിക്കൽ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അതും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോൾ എന്താണ് മലയാള ഇൻഡസ്ട്രിക്ക് മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭ ഈ വർഷം കരുതി വെച്ചിരിക്കുന്നത് പറയുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു കളങ്കാവല കഴിഞ്ഞു ഇരിക്കുന്ന ക്ഷീണമായിരിക്കും നമ്മളെല്ലാം വരുന്നത്. പക്ഷേ കളങ്കാവലിൻ്റെയൊക്കെ അപ്പുറത്തൊരു പെർഫോമൻസ് ഓവറിൻ്റെ സിനിമകൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ 4 സിനിമകളും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിൽ അപ്പുറത്ത് നമുക്ക് ഈ എന്താണ് ഒരു അടൂർ സാറുമായിട്ട് ഇനി വരാൻ പോകുന്ന കോമ്പിനേഷൻസ്, കാരണം ഇവരൊന്നിച്ച് എല്ലാവരുടെയും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസും നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും അദ്ദേഹമായിട്ട് ഒന്നുകൂടി കൈകോർക്കുമ്പോൾ നമുക്ക് വിധേയനും പിന്നെ മതിലുകളും അങ്ങനെ കുറേ സിനിമകൾ കഴിഞ്ഞ് കിട്ടിയതിൻ്റെ അതേ വേറൊരു വേർഷൻ ഓഫ് മലയാള സിനിമ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ ബൈ, സി യു. ഇനിയൊരു വീഡിയോ വരുന്നതായിരിക്കും.